بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ, രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ, മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ, തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ പ്ലാനിങ് വേണം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഏതൊരു കാര്യത്തിനും ഒരു കരുതൽ വേണം, ഒരു കണക്ക് വേണം, കണക്കുകൂട്ടൽ വേണം. പ്ലാൻ ഇല്ലാതെ ഏതൊരു കാര്യത്തിന് നമ്മൾ ഇറങ്ങിയാലും അതിൻ്റെ വിജയം പൂർണ്ണമായി കൊള്ളണമെന്നില്ല. എന്നാൽ ജീവിതത്തിന് കൃത്യമായ കണക്ക് ഉണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാമിക തത്വങ്ങൾ. അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മുടെ മുന്നിൽ അടിക്കടി ഉണർത്തുന്ന ഒരു കാര്യമാണ് നമ്മെക്കുറിച്ചൊരു വിചാരണ വരാനുണ്ട് എന്ന്. ഒരു കണക്ക്, ഹിസാബ് എന്നാണ് സാധാരണ അറബിയിൽ കണക്ക് എന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രയോഗം. ഹിസാബ്, കണക്ക്. അള്ളാഹുവിൻ്റെ ഒരു നാമം തന്നെ ഹസീബ് എന്നാണ്, കണക്കെടുക്കുന്നവൻ. അങ്ങനെ നമ്മുടെ കണക്ക് എടുക്കുന്ന അല്ലാഹ് നമ്മുടെ മുന്നിൽ സ്വയം ഒന്ന് കണക്കെടുത്ത് പരിശോധിച്ചിട്ട് വേണം ഒന്ന് വരാൻ. വളരെ നിർബന്ധിതമായ ഒരു സാഹചര്യത്തിൽ കുറച്ച് പണം നമ്മൾ അടയ്ക്കേണ്ട, കെട്ടിവെക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ, ഒരു ഉദാഹരണം, ഹജ്ജിന്റെ പണം അടയ്ക്കണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഒരു നിർബന്ധിതമായ സാഹചര്യത്തിൽ പണം അടയ്ക്കണം. ആ പണം നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം നേരത്തെ അതിൻ്റെ കണക്ക് കൃത്യമാണോ എന്ന് നോക്കിയിട്ടാണ് ആ എമൗണ്ട് നമ്മൾ ബാങ്കിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഓഫീസിലോ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യാറ്. നേരത്തെ ഒരു കണക്ക് നമ്മൾ നോക്കി, അപ്പോൾ അത് കൃത്യം എണ്ണമാണ്. അവിടെ ഇരിക്കുന്ന ആൾ എണ്ണിയപ്പോൾ അതിൽ ഒരു നോട്ട് കുറവുണ്ടെന്ന് പറഞ്ഞാൽ, ഇല്ല, നിങ്ങൾ ഒന്നും കൂടി നോക്കിക്കോ, ഞാൻ അത് വീട്ടിൽ നിന്നും എണ്ണി തിട്ടപ്പെടുത്തി റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിക്കൊണ്ടുവന്നാണെന്ന് പറയും. ഒരു കണക്കാണത്. ജീവിതത്തിന്റെ കണക്ക് വേണം എന്നാണ് പഠിപ്പിക്കുന്നത്. സ്വയം ഒരു വിചാരണ, അല്ലെങ്കിൽ നമ്മൾ അലറി വിളിക്കും. നമ്മുടെ യഥാർത്ഥ വിചാരണ നടക്കുന്ന നേരത്ത് നമ്മൾ ആടി ഉലയും, നമ്മൾ കുഴഞ്ഞു പോകും. ചില രംഗങ്ങളെ കുറിച്ച് ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്. എത്ര സ്ഥലങ്ങളിലാ ശ്രദ്ധേയമായ ചില ആയത്തുകൾ സൂറത്തുൽ ഖിയാമയിൽ നമുക്ക് കാണാം. സൂറത്തുൽ ഖിയാമ, ഖിയാമത്ത് നാള് എന്ന് പറയുന്ന കണക്കെടുക്കാൻ വേണ്ടി ഖബറിലോ അല്ലെങ്കിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൂറെന്ന കാഹളത്തിലെ ഊത്തിന്റെ നേരത്തെ മണ്ണിന്റെ അടിയിലോ പെട്ടുപോയിട്ടുള്ള എല്ലാവരെയും ഉയർത്തി എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഖിയാമത്ത് നാള്. ആ ദിവസത്തിൽ ഒരു വലിയ വിചാരണ നടക്കുന്നുണ്ട്. അതേക്കുറിച്ച് പരാമർശിക്കുന്നത് കൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തുൽ ഖിയാമ എന്ന പേര് തന്നെ വന്നത്. വളരെ വേദന തോന്നുന്ന, സ്വയം വിചാരണയുടെ എല്ലാ അർത്ഥവും ആശയവും അള്ളാഹു സന്നിവേശിപ്പിച്ചിട്ടുള്ള ചില ആയത്തുകൾ, സൂറത്തുൽ ഖിയാമയുടെ ആദ്യത്തെ 15 ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിൻ നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാനാ ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ. ദീർഘമായി ഇങ്ങനെ ഇത് രസാണ്. അല്ലാഹു സത്യം ചെയ്ത് പറയാണ്,
ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളെ തന്നെയാണ് സത്യം. വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, സ്വയം കുറ്റപ്പെടുത്തുന്ന ശരീരമാണ് നമ്മുടേത്. ആ സ്വയം കുറ്റപ്പെടുത്തുന്ന ശരീരത്തെ തന്നെയാണ് സത്യം. ഖിയാമത്ത് നാളും സ്വയം കുറ്റപ്പെടുത്തുന്ന ശരീരവും. അവിടെ തന്നെ അതിന്റെ ആശയം വന്നു ഈ രണ്ടായത്തിൽ. നമ്മൾ നമ്മെ തന്നെ കുറ്റപ്പെടുത്തും. നമ്മൾ നമ്മെ തന്നെ കുറ്റപ്പെടുത്തൽ എവിടെ നിന്നായാൽ അത് നമ്മുടെ ശരീരത്തെ നമ്മൾ നിയന്ത്രിക്കലായി. ഒരാള് നമ്മുടെ നേരെ കുറ്റപ്പെടുത്തി പറഞ്ഞാൽ അതിൽ ആത്മാർത്ഥത ഉണ്ടാവാം, ഇല്ലാതെ ആവാം. പക്ഷെ നമുക്കതൊരു പ്രഹര, ഒരു വേദന. എന്നെ പറ്റി കുറ്റം പറഞ്ഞു, എന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞു. എന്നാൽ അത് സ്വയം ചെയ്യുമ്പോൾ അതിൽ ആത്മാർത്ഥത കൂടുതല. ആ സ്വയം ചെയ്യൽ, ഇനി ഞാൻ ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന ഒരു കുറ്റപ്പെടുത്തൽ, ഒരു ഉപദേശ സ്വന്തം നഫ്സിന്, അതിനുള്ളൊരു കഴിവ് നമ്മുടെ മനസ്സിന് വേണം. മനസാക്ഷി എന്ന് പറയും അതിന്. മനസാക്ഷി കുത്ത്. എന്റെ മനസ്സനുവദിക്കുന്നില്ല, മനസ്സ് കുറ്റപ്പെടുത്താണ്. ഈ ഒരു കുറ്റപ്പെടുത്തൽ നാളെ വരും, ഖിയാമത്ത് നാൾ. അതേക്കുറിച്ച് സൂചിപ്പിച്ചതാണ് അള്ളാഹു സത്യം ചെയ്യാൻ വേണ്ടി ഖിയാമത്ത് നാളിനെയും തൊട്ടടുത്ത ആയത്തിൽ സ്വയം കുറ്റപ്പെടുത്തുന്ന ശരീരത്തെയും ഉദ്ധരിച്ചത്. അള്ളാഹു അങ്ങനെ പറഞ്ഞത് ഖിയാമത്ത് നാളെ തന്നെയാണ് സത്യം, കുറ്റപ്പെടുത്തുന്ന ശരീരത്തെ തന്നെയാണ് സത്യം. അയഹ്സബുൽ ഇൻസാൻ അല്ലൻ നസ്മഅ ഇളാമ, ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യവർഗം കണക്ക് കൂട്ടാണോ? നമ്മൾ ഭാവിക്കുന്നുവോ നമ്മളെയൊക്കെ ഖബറിലേക്ക് വെച്ച് മണ്ണ് തിന്നു കഴിഞ്ഞാൽ എല്ലുകളായി ഖബറിൽ ശേഷിക്കുമ്പോ ആ എല്ലുകളിൽ നിന്നും ഒരു പുനർജീവിതം ഉണ്ടാവൂല എന്ന് ഭാവിക്കുന്നു? അങ്ങനെ ഭാവിക്കുന്നൊന്നുമില്ല. പക്ഷെ നമ്മുടെ പ്രവർത്തനം കണ്ടാൽ തോന്നുന്നു നമ്മൾ അങ്ങനെ ഭാവിച്ചു പോകുന്ന ആളുകളാണ്. ഒരു പുനർജീവിതവും ഒരു വിചാരണയും ഉണ്ടാകുമെന്ന ചിന്തയില്ലാതെ ജീവിക്കുന്നവനെ നോക്കിയിട്ട് അല്ലാഹ് പറയാ, നിന്റെ ഖബറിന്റെ അകത്തെ ആ നുരമ്പിയ എല്ലുകളിൽ നിന്നും നിന്നെ പുനർജീവിപ്പിക്കൂല എന്ന് നീ ഭാവിക്കുന്നുവോ? അത് വേണ്ടാട്ടോ. എല്ലാത്തിനും കൃത്യമായ കണക്ക് അള്ളാന്റെ മുന്നിലുണ്ട്. വ്യക്തമായ ചോദ്യം അവൻ ഉന്നയിക്കാനുമുണ്ട്. അള്ളാഹു പറയുന്നു, അങ്ങനെ നുരമ്പിയ എല്ലുകളിലെ ഒരു പുനർജീവിതം മാത്രമല്ല, ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, നിങ്ങളുടെ വിരലിന്റെ തുമ്പുകളുണ്ടല്ലോ, അതിനെപ്പോലും പുനഃക്രമീകരിക്കാൻ എനിക്ക് കഴിവുണ്ട് മനുഷ്യ. എന്തിനാണ് ഈ വിരലിന്റെ തുമ്പ് പറഞ്ഞത്? എന്റെ പ്രിയമുള്ളവരെ, ശരീരത്തിലെ ഒരു വലിയ പ്രധാന ഭാഗമാണ് ഈ വിരൽ തുമ്പ്. ഈ വിരലിന്റെ തുമ്പ് കൊണ്ട് സ്പർശനം അറിയുന്ന പോലെ ഈ ശരീരത്തിന്റെ ഒരിടത്തും അതുപോലെ സ്പർശനം അറിയുന്നില്ല. ഈ വിരൽ തുമ്പിൽ അള്ളാഹു എത്രയെത്ര നൂറുകണക്കിന് നാഡികളെ, ഞരമ്പുകളെ കൊണ്ടുവന്ന് അള്ളാഹു അവസാനിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ വുളൂ ചെയ്യുമ്പോൾ ആ മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കഴുകപ്പെടുന്ന ഭാഗം മുൻകൈയാണ്, അല്ലേ? 27 അസ്ഥികളും 20 പേശികളും അതിന്റെ അപ്പുറം ഈ ഭുജഭാഗത്ത് പ്രത്യേകമായ സംയോജനത്തിന്റെ 20ഓളം മസിലുകളും വെച്ചിട്ടുള്ള ഏറ്റവും ഒരു ചെറിയ പ്രദേശത്ത് ഇത്ര കണ്ട് നാഡീവ്യൂഹവും അസ്ഥികളും പേശികളുമുള്ള മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും ഗൗരവമായ ഭാഗമാണ് മുൻകൈ. ഒരു മനുഷ്യൻ ഒളൂയിലൂടെ മാത്രം, ഒരു സത്യവിശ്വാസി ഒരു ദിവസം 30 വട്ടമായി ഏറ്റവും ചുരുങ്ങിയത് ഈ ഭാഗം കഴുകുന്നത്, അല്ലേ? സാധാരണ ഒളു 5 നേരം 5 ഒളു ആവുമ്പോ 3 പ്രാവശ്യം കൈ മുട്ട് ഉൾപ്പെടെ കഴുകുമ്പോ 15ആയി. മുൻകൈ കഴുകിക്കൊണ്ടാണ് ഒളു തുടങ്ങുന്നത്, അപ്പോഴും 15. അപ്പൊ ഒളു 15 എടുക്കേണ്ടി 30 വട്ടം ഈ ഭാഗം കഴുകുന്നുണ്ട്. ഒളു 15 അല്ല, ഒളു 5 എണ്ണം, 3 വട്ടം കഴുകല്, 2 പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരേ ഒരു ഭാഗം ഇതാണ്.
ഡോക്ടർ പറയും നഖം മുറിക്കാനിട്ട് അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത കൈ ഉപയോഗിച്ചത് കൊണ്ട് രോഗം സംക്രമിച്ചു. ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വരുന്ന മനുഷ്യന്റെ ഒരു പ്രധാന സുന്നത്താണ് അവൻ മറ്റൊരു സ്ഥലം സ്പർശിക്കുന്നതിന് മുന്നേ കൈ കഴുക, വൃത്തിയായി കഴുക, 3 വട്ടം കഴുക. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? അവന്റെ ഈ വിരൽ പുച്ഛങ്ങൾ രോഗസംക്രമണത്തിന് ഇടയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തലേ രാത്രിയിലെ അവന്റെ ഗുഹ്യഭാഗത്തെ വിയർപ്പ് അടക്കമുള്ള ശരീരത്തിന്റെ മറ്റു പല ഭാഗങ്ങളിൽ അവൻ ചൊറിയുകയും മാന്തുകയും ചെയ്തപ്പോൾ വന്ന രോഗാണുക്കൾ അവന്റെ ശരീരത്തിൽ നിന്നും അത് മറ്റൊരിടത്തേക്ക് പകരാതെ വ്യാപിക്കാതെ അവൻ കഴുക. ഉറങ്ങി എണീറ്റാൽ ആദ്യത്തെ സുന്നത്തതാ മൂക്ക് ചീറ്റ, കൈ കഴുക. ഒളൂന്റെ കഴുകലല്ല പറഞ്ഞത്. ഇനി അതിനപ്പുറം ഒരാൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും വലത് കൈ മാത്രം ഉപയോഗിക്കുക ഭക്ഷണം കഴിക്കുക. പക്ഷെ ഭക്ഷണം കഴിക്കാൻ നേരം ഭക്ഷണത്തിന്റെ മുമ്പ് കൈ കഴുകല്, വായ കഴുകല് സുന്നത്ത. അവിടെ സുന്നത്ത് കിട്ടണമെങ്കിൽ 2 കൈയും കഴുകണം. കഴിക്കുന്നത് വലത്തെ കൈ കൊണ്ട് മാത്രമാണ്, വലത്തെ കൈ കൊണ്ടേ കഴിക്കാവൂ. പക്ഷെ കഴുകുമ്പോ എന്ത് കഴുകണം? 2 കൈയും കഴുകണം. ഇങ്ങനെ അങ്ങ് നോക്കിയാൽ എത്ര സ്ഥലങ്ങളിൽ നമ്മൾ ഈ കൈ ഒരു ദിവസം എത്ര സന്ദർഭങ്ങളിൽ കഴുകുന്നുണ്ട്. ഒരു മൂമിനായ മനുഷ്യൻ ഒളൂയിൽ മാത്രം 30 വട്ടം കഴുകി. അപ്പോ അത്ര ഗൗരവമുണ്ട് ഈ ഭാഗത്തിന്. ഖുർആൻ എവിടെയും പറഞ്ഞത് ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യന്റെ ഈ കൈ ചെയ്ത, ഈ ഭാഗം ചെയ്ത തെറ്റ്, ഈ ഭാഗം ചെയ്ത പ്രവൃത്തി എന്നാ പറഞ്ഞത്. അപ്പൊ അതിന് ഗൗരവമുണ്ട്. ഇവിടെ സ്പർശനം അറിയാൻ വേഗത്തിൽ സാധിക്കുന്നു എന്ന് പറഞ്ഞു. അന്ധരുടെ കണ്ണ് ഇതാ. അന്ധര് വായിക്കുന്നത് സ്പർശിച്ചല്ലേ? ആ സ്പർശനം അറിയാൻ വേണ്ടിയിട്ട് അവരുടെ വിരൽ തുമ്പുകൾ അവർ ഉപയോഗിക്കാം. അവരുടെ കണ്ണ് എന്നാണ് അതിനെക്കുറിച്ച് ശാസ്ത്രം പറയുന്നത്. ഈ വിരൽ തുമ്പുകൾ, ആ വിരൽ തുമ്പുകൾക്ക് ഒരു പുനർജീവിതം ഇതേ സിസ്റ്റം ഇതിനേക്കാളും പെട്ടെന്ന് സ്പർശനം അറിയുന്ന വിധം നാം പുനഃക്രമീകരണം നടത്തുന്ന ഖിയാമത്ത് നാള്. അല്ലാതെ ഏതെങ്കിലും ഒരു തരത്തിലല്ല. നീ ഒരു ഷോക്കടിച്ച സമയത്ത് നിന്റെ കയ്യിന്റെ ഈ സ്പർശന ശക്തി ഭൂമിയിൽ വെച്ച് നിനക്ക് നഷ്ടപ്പെട്ടതായിരിക്കും. അടിസ്ഥാനപരമായി അത് നിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നതുമായിരുന്നു. ഷോക്കടിച്ച് ആ അവയവത്തിൽ അങ്ങനെ ഒരു വൈകല്യം വന്നു, നിന്റെ മുൻകൈ കൊണ്ട് വിരൽ തുമ്പിന്റെ സ്പർശനം അറിയുന്നില്ല. പക്ഷെ നിന്നെ പുനർജീവിപ്പിക്കുന്ന അന്ന് അള്ളാഹു അത് സ്പർശനം അറിയുന്ന രീതിയിൽ പൂർണ്ണ ആരോഗ്യത്തോടു കൂടെ നിന്നെ കൊണ്ടുവരാം. ഖുർആൻ ഇത് പറയുന്നു, ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്തുറ അമാമ. ഇത്ര കണ്ട് അള്ളാഹു വളരെ ഡീറ്റെയിലായി പുനർജീവിതത്തെ പറഞ്ഞിട്ടും അത് കേട്ടിട്ടും മനുഷ്യൻ ഇപ്പൊ ചിന്തിക്കുന്നത് മുന്നിൽ കാണുന്ന സമയത്തിൽ എന്ത് തെറ്റ് ചെയ്യാൻ പറ്റുമെന്നാ, ആരെ വളയ്ക്കാൻ പറ്റും എന്നാ ചിന്തിക്കാം. ആരെ പറ്റിക്കാൻ കഴിയും, എവിടെ പലിശക്ക് പൈസ സഹായം കിട്ടും. മനുഷ്യൻ തെറ്റിനെ പ്ലാൻ ചെയ്യുന്നവനാകുന്നു. സത്യല്ലേ? മനുഷ്യൻ തെറ്റിനെ, കുറ്റകൃത്യം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവനാകുന്നു. അവൻ ചോദിക്കും, എന്നാ ഇപ്പൊ ഈ ഖിയാമത്ത് നാളൊക്കെ സംഭവിക്കാം. മനുഷ്യ ജീവിതത്തിലേക്ക് യുക്തിശാസ്ത്രം കടന്നു വന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടല്ലോ. വ്യാപകമായി യുക്തിവാദം മുസ്ലിമിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഒരു വാപ്പ ഒരു ദിവസം എന്റെ അടുക്കൽ വന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, എന്റെ മകൻ എന്നോട് ചോദിക്കുന്നുണ്ട്, ഉസ്താദേ, എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും നിസ്കാരമുണ്ട്. എന്റെ മോൻ എന്നോട് ചോദിക്കാ, എന്തിനാ ഈ നായ തൊട്ടടുത്ത് 7 വട്ടം കഴുകണമെന്നതൊക്കെ വിശ്വസിക്കുന്നത്? അങ്ങനൊന്നുമില്ല, അതൊക്കെ മനുഷ്യനുണ്ടാക്കിയതാ. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കുടുംബത്തിൽ ഈ മകനും നിസ്കാരമുണ്ടോ? ഉണ്ടെന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. പക്ഷെ ഈ കോലത്തിലാണെങ്കിൽ ഈ മകൻ ഈ നിസ്കാരം ഇനി എന്തിന് എന്ന് എന്നോട് ചോദിച്ചേക്കാം. അതുകൊണ്ട് യുക്തിവാദം എന്റെ മകന്റെ മതജീവിതത്തിൽ കടന്നു വന്നിരിക്കാ. കരഞ്ഞിട്ടാ ഉപ്പ പറഞ്ഞത്. എന്റെ പ്രിയമുള്ളവരെ, ചാനൽ ചർച്ചകളിൽ യുക്തിവാദികളെ കൊണ്ടുവന്നിരുത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നിരീശ്വരവാദികളെ കൊണ്ടുവന്നിരുത്തുന്നത് കണ്ടിട്ടില്ലേ? അവർ ഒരു മതത്തെയും യുക്തി കൊണ്ട് എതിർക്കുന്നില്ല. നിരീശ്വരവാദം എന്നത് എല്ലാ മതവും നിഷേധിക്കുന്ന ഒരാളിൽ കാണുന്ന സ്വഭാവമാണ് എങ്കിൽ പോലും അവൻ എതിർക്കുന്നത് ഇസ്ലാമിനെ മാത്രം. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ
അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, മനുഷ്യര് ചോദിക്കും, എന്നാ ഇപ്പോൾ ഈ ഖിയാമത്ത് നാള്? നമ്മൾ പറഞ്ഞല്ലോ, ഒരു കണക്കുകൂട്ടല് നമുക്ക് വേണം നാളെയുടെ വിചാരണയുടെ മുന്നേ. ആ കണക്കുകൂട്ടലിനെ കുറിച്ച് ബോധവൽക്കരിക്കപ്പെടുന്ന ഈ ആയത്തുകളിൽ അല്ലാഹ് പറയാ, മനുഷ്യന്റെ ഒരു കാലം അവൻ ഈ കണക്കിനെ കുറിച്ച്, നാളത്തെ ഹിസാമിനെ കുറിച്ചുള്ള ദിവസത്തെ നിഷേധിച്ച് പുച്ഛിച്ചു പറയും. എന്നപ്പോ ഈ ഖിയാമത്ത് നാള്? അങ്ങനൊന്നുമില്ല. യുക്തിവാദികൾക്ക് മീഡിയകളിൽ സംവാദത്തിനും, യുക്തിവാദികൾക്ക് മീഡിയകളിൽ വിഷയാവതരണത്തിനും അവസരങ്ങൾ കൂടുതൽ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇസ്ലാമിനെ എതിർക്കാൻ മതം തീരെ ഇല്ലാത്തവനെ കൊണ്ടുവരല നടക്കുക, അല്ലാതെ മറ്റൊരു മതക്കാരനെ കൊണ്ടുവന്ന് ഇസ്ലാമിനെതിരെ പറയിപ്പിക്കൽ ബുദ്ധിമുട്ടാണ്. പറയില്ല, അവന്റെ ധാർമ്മിക ബോധം ഒരിക്കലും അതിനനുവദിക്കില്ല. നേരെ മറിച്ച് ഒരു പച്ച നിഷേധിയെ കൊണ്ടുവന്നാൽ വളരെ ഈസി ആയിട്ട് ആ കാര്യങ്ങൾ സാധ്യമാകുമെന്നുള്ളതാണ്. അത് വളരെ ഭംഗിയായി ഫാസിസം ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു പറയുന്നു, ഇവന്റെ ചോദ്യമുണ്ട്, എന്നാണ് ഈ ഖിയാമത്ത് നാള്? ഫൈദാ ബരിഖൽ ബസും, അവന്റെ ഉൾക്കാഴ്ച അത് സമ്മതിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അവന്റെ മനസാക്ഷി അത് സത്യമാണെന്ന് അംഗീകരിക്കുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. വഖസഫൽ ഖമർ, അന്ന് ചന്ദ്രന് ഗ്രഹണം ബാധിച്ചിരിക്കും. വജുമിഅ അശ്ശംസു വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും വിചാരണ പദത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതായ ദിവസമാണെന്ന് അത് പരിപൂർണമായി ബോധ്യപ്പെടുമ്പോൾ മനുഷ്യൻ പറയും, യഖൂലുൽ ഇൻസാൻ യൗമഇദിൻ ഐനൽ മഫർ, എവിടെയാ ഇനി രക്ഷ? എവിടെയാ ഇനി രക്ഷ? മനുഷ്യൻ സ്വയം പറയും. യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ, മനുഷ്യൻ ചെയ്തു കൂട്ടിയത് അവൻ മറന്നു പോയിട്ടുണ്ട്, അവൻ ഓർമ്മയുള്ളതുണ്ട്. അവൻ ചെയ്യാൻ വേണ്ടി നെയ്യത്താക്കി വെച്ചതുമായ കുറ്റകൃത്യങ്ങളുണ്ടല്ലോ, എല്ലാം കൊണ്ടുവന്നിട്ട് അവന്റെ മുന്നിൽ അള്ളാഹു വാർത്ത അറിയിക്കും. അവന്റെ മുന്നിൽ കൃത്യമായി അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞ് അവനെ വിചാരണക്ക് ഹാജരാക്കും എന്ന് ഖുർആൻ. അള്ളാഹു പറയുന്നു, അന്ന് ആരും അവന് വേണ്ടി സാക്ഷി പറയാൻ വരേണ്ടതില്ല. ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറാ, നമ്മുടെ സ്വന്തം ശരീരം തന്നെയാണ് അന്ന് നമുക്കെതിരെ സാക്ഷി പറയുന്നത്. വലവൽ ഖാമഅദീറ, റബ്ബിന്റെ മുന്നിൽ ഒരുപാട് ന്യായങ്ങൾ നമ്മൾ നിരത്തിയാലും ശരി, നമ്മൾ പറയും, എന്തേ അന്ന് എനിക്ക് കാലുവേദനയായിരുന്നു, അന്ന് എനിക്ക് വയ്യായിരുന്നു, അന്ന് എനിക്ക് സമയം കിട്ടിയില്ല. ആരുടെ മുന്നിലാ നമ്മൾ ഈ കാരണം പറയാം? ഒരിക്കലും നമുക്ക് പൊട്ടനാക്കാൻ പറ്റാത്ത, മണ്ടനാക്കാൻ പറ്റാത്ത റബ്ബ്, എല്ലാം അറിയുന്നവൻ, എല്ലാ അവസ്ഥകളിലും നമുക്ക് കൂടെ നിന്നവൻ, ഉള്ളും പുറവും അറിയുന്ന ഖബീറാണ് അവൻ. സസൂക്ഷ്മം നമ്മെക്കാളും കൂടുതൽ അറിയുന്ന ആലിമാണ്, അലീമാണ് അല്ലാഹ്. അള്ളാനെ പറ്റിക്കാൻ പറ്റൂലല്ലോ. അവിടെ നമ്മൾ പറയും, അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയിൽ നമ്മൾ എത്തും എന്ന് ഖുർആൻ. നമുക്ക് എത്രയാ ഉള്ളത് എന്ന് നമുക്കറിയാം, പക്ഷെ നമ്മൾ ആ ഉള്ളത് എങ്ങനെ ദാനം ചെയ്യുന്നു എന്നതും നമുക്ക് ബോധ്യമുണ്ട്. പക്ഷെ ആളുകൾക്കത് മനസ്സിലായിട്ടില്ല. ഇവന്റെ പ്രകടനം കണ്ടപ്പോൾ അവൻ അത്രേ ഉള്ളൂ എന്ന് ഓർത്തു, അത്ര അവന് കഴിയൂ എന്ന്. പക്ഷെ കൊടുത്തവൻ അറിയാം എത്ര കൊടുക്കാൻ ഇവന് കഴിയും എന്നത്. കൊടുത്തവൻ അല്ലാഹ്, കൊടുക്കാത്തവന്റെ ഉള്ളും പുറവും അറിഞ്ഞു. രസകരമായൊരു സംഭവം ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ പറയുന്നുണ്ട്. പുണ്യ മദീനയിൽ ഒരിക്കൽ ഒരു സംഭവമുണ്ടായി. അനിൽ മുൻദിർ ഇബ്നു ജരീർ അൻ നബീഹി ഖാൽ, മഹാനായ സ്വഹാബി പറയാ, കുന്നാ ഇൻദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സദരിൻ നഹാർ, പകലിന്റെ ആദ്യ ഭാഗത്ത് ഞങ്ങൾ ഹബീബിന്റെ സദസ്സിലുണ്ട്, അതായത് ലോഹറിന് മുമ്പ്. സദറുൻ നഹാർ എന്ന് പറഞ്ഞാൽ ലോഹറിന് മുമ്പ്. ഞങ്ങൾ ഹബീബിന്റെ സദസ്സിലുള്ളപ്പോ ആ സമയം ഫജാഅഹു ഖൗമുൻ, ഒരു സംഘം ആളുകൾ നബിയെ കാണാൻ വേണ്ടി മദീനയിൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ പ്രത്യേകത ഹുഫാത്തുൻ ഉറാ, അവരുടെ കാലിൽ ചെരുപ്പില്ല. അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കീറി തുന്നം പാടിയ വസ്ത്രം ഉടുത്ത അവരെ കണ്ടാൽ അവർ നഗ്നരാണെന്ന് തോന്നിപ്പോകും. അത്രയും
ഇടാനും ഉടുക്കാനും ഇല്ലാത്ത ദരിദ്രരായ കുറച്ചാളുകൾ നബിയെ കാണാൻ വന്നു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുജ്താബിൻ നമാരിയൽ അബാ, അവരുടുത്തിരിക്കുന്നതോ നിലവാരമില്ലാത്ത പുലിയുടെയും കടുവയുടെയും ഒക്കെ പടങ്ങളുള്ള ചില വസ്ത്രങ്ങളാം. അതായത് ഒരു ബെഡ്ഷീറ്റ് ഒരാൾ ഉടുമുണ്ടായിട്ട് ഉടുത്തുകൊണ്ട് പള്ളിയുടെ ജംഗ്ഷനിലേക്ക് വന്നാൽ നമ്മൾ മനസ്സിലാക്കൂലോ അവനെന്തില്ല, ഉടുക്കാൻ മുണ്ടില്ല. ഒരു പുതപ്പ് ഉടുത്തു വന്ന പോലെ അന്ന് മനുഷ്യർ വസ്ത്രമായി ഉപയോഗിക്കാത്ത ചില തരത്തിലുള്ള വസ്ത്രങ്ങളെയാണ് ഇവർ വസ്ത്രമായിട്ട് കൊണ്ടുവന്നത്. നമ്മൾ വസ്ത്രമായിട്ട് ഉപയോഗിക്കില്ലല്ലോ ഒരിക്കലും. ഒരു സഹോദരി ഒരിക്കലും ഒരു ബെഡ്ഷീറ്റ് സാരിയായിട്ട് ഉപയോഗിക്കില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ പർദ്ദ തയ്ച്ചത്, മാക്സി അടിച്ചത് കർട്ടന്റെ തുണി വെച്ചല്ലോ. ഇതെന്താ, ഈ മഹാന്മാരായ സ്വഹാബികള് വിദേശത്തുനിന്ന് വന്നവരാ നബിയെ കാണാൻ വേണ്ടി. അവര് ധരിച്ചിരിക്കുന്ന വസ്ത്രം സാധാരണ ആരും പുലിയുടെയും കടുവയുടെയും വന്യമൃഗങ്ങളുടെ ഒക്കെ പടങ്ങളും ചിത്രങ്ങളുമുള്ള അതൊരിക്കലും ഒരാൾ വസ്ത്രമായിട്ട് ഉപയോഗിക്കില്ല. പക്ഷെ ഇവര് അത് ചുറ്റിയും ഒക്കെ ആയിട്ട് അവരുടെ ശരീരത്തിന്റെ നാണങ്ങൾ മറച്ച ഒരവസ്ഥയിൽ അവർ വന്നു. ആ സമയത്ത് സൂക്ഷിച്ചു നോക്കി അവരാരാണെന്ന്. അവരുടെ ശരീരത്തിന്റെ ചില അടയാളങ്ങൾ മുളർ ഗോത്രക്കാരാണെന്ന് തോന്നിക്കും. കാരണം മുളർ ഗോത്രക്കാർ എപ്പോഴും കയ്യിലൊരു വാള് കയ്യിൽ വെക്കാറുണ്ട്. അവരുടെ ശരീരത്തിൽ പഴയ വാളുകളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. നബിയെ കാണാൻ വന്നവരാ. ആ സമയത്ത് ഞങ്ങൾ മനസ്സിലാക്കിയത് മുളർ ഗോത്രത്തിൽപ്പെട്ടവരാണെന്ന്. അല്ല, യാഥാർത്ഥ്യം കുല്ലുഹുമിൻ മുളറ, ഒരാൾ പോലും അല്ലാതെ എല്ലാരും മുളർ ഗോത്രക്കാരവര്. മുളർ ഗോത്രക്കാര് ഹബീബിനെ കാണാൻ വന്നു. ഇവരുടെ ഈ രൂപം കണ്ടപ്പോ ഫതഅമ്മറ വജ്ഹു റസൂലില്ലാഹി ലിമാ റആ ബിഹിം മിനൽ ഫഖാ, അവരുടെ ദാരിദ്ര്യം പിടിച്ച അവസ്ഥ കണ്ട് റസൂലുള്ളാഹിയുടെ മുഖം വിവർണമായി. സങ്കടം തോന്നി, കണ്ണ് നിറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണ് നിറഞ്ഞു. അവർ ഹബീബിന്റെ മുന്നിൽ വന്നു. ഹബീബിനോട് എന്തൊക്കെയോ ചോദിച്ചു. അവരുടെ കാര്യം കഴിഞ്ഞു. കൈ മുസാഫഹത്തൊക്കെ ചെയ്തിട്ട് അവരവിടെ നിന്ന് ചുടുചുംബനം കൊടുത്ത് നബിയോട് യാത്ര പറഞ്ഞവർ തിരിച്ചുപോയി. ആ സമയമുണ്ടല്ലോ, ലോഹറിലേക്ക് വാങ്കിന്റെ സമയമെത്തി. ഹബീബായ നബി തങ്ങൾ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. ഫഅമറ ബിലാലൻ ഫഅദ്ദന, മഹാനായ ബിലാൽ ലോഹറിന്റെ വാങ്ക് കൊടുത്തു. വഅഖാം, കുറച്ചു കഴിഞ്ഞപ്പോൾ ഇഖാമത്ത് കൊടുത്തു. ഫസല്ലാ, ഹബീബ് സഹാബികൾക്ക് ഇമാമായി ലോഹർ നിസ്കരിച്ചു. ളുഹർ നിസ്കാരം കഴിഞ്ഞപ്പോ എല്ലാവരോടും ഹബീബ് അവിടെ വെച്ചുകൊണ്ട് ഒരു പ്രഭാഷണം നടത്തി. സുമ്മ ഖതബ, നിസ്കാര ശേഷം ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിന്റെ ആ മുഖം സൂറത്തുൻ നിസാഇന്റെ തുടക്കമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ഹബീബിന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ സൂറത്തുൻ നിസാഇന്റെ ആദ്യത്തെ ആയത്ത് ഓതി. ഈ ആയത്തിൽ എന്താ പറയണെന്നറിയോ? ഓ മനുഷ്യന്മാരെ, നിങ്ങളെ അള്ളാഹു പടച്ചിരിക്കുന്നത് ഒരു വാപ്പയിൽ നിന്നും ഒരു ഉമ്മയിൽ നിന്നുമാണ്. നിങ്ങൾക്കിടയിൽ അള്ളാഹു സഹോദര ബന്ധം വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭാര്യ എന്ന് പറയുന്ന നിങ്ങളുടെ ശരീരത്തിന്റെ അംശമാണ്. മനുഷ്യവർഗത്തിന്റെ ഏറ്റവും വലിയ സാഹോദര്യ ബോധം ഉണർത്തുന്ന ഈ ആയത്തുകൾ ഓതിയിട്ട് അള്ളാന്റെ ഹബീബ് ഈ ആയത്ത് അവസാനിപ്പിക്കുക. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. വന്നു പോയവരെ സഹോദരന്മാരാ, മറക്കണ്ടട്ടോ, അള്ളാഹു നിങ്ങളുടെ നേരെയുള്ള ഏറ്റവും വലിയ CC ക്യാമറയാണ്. കാന അലൈക്കും റഖീബ, നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ മേൽ ആധികാരികമായ നിരീക്ഷണം നടത്തുന്നവനാ അല്ലാഹ്. അത് ഓർമ്മ വേണോട്ടോ, പടച്ചോനെല്ലാം കാണുന്നുണ്ട്. റഖീബ്,
അള്ളാഹു എല്ലാം കാണുന്നുണ്ട്. ഈ ബോധം നിങ്ങൾക്ക് വേണോട്ടോ. ഇത് ആയത്ത് അവസാനിക്കുന്നത് പ്രഭാഷണമാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രോജ്വല പ്രഭാഷണത്തിന്റെ രണ്ടാം ഭാഗം. അടുത്ത ആയത്ത് സൂറത്തുൽ ഹശറിന്റെ 18-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നാളേക്ക് എന്ത് ഒരുക്കി വെച്ചിരിക്കുന്നു, വിചാരണ ഉണ്ടട്ടോ, ഓർമ്മ വേണം. നാളെ കണക്ക് പറയണം. അതാണ് നമ്മുടെ വിഷയം. കണക്ക് പറയണം നാളെ. അത് ഓർമ്മപ്പെടുത്തിയ ആയത്താണ് സൂറത്തുൽ ഹശറിന്റെ 18-ാമത്തെ ആയത്ത്. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. ഓരോ ശരീരവും ചിന്തിക്കട്ടെ നാളേക്ക് വേണ്ടി എന്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കട്ടെ. ഈ ആയത്ത് ഓതി എന്നിട്ട് ഹബീബ് ഉദ്ബോധനം നടത്തി. എന്നിട്ട് പറയാൻ തുടങ്ങി, തസദ്ദഖ റജുലുൻ മിൻ ദീനാരിഹി മിൻ ദിർഹമിഹി മിൻ സൗബിഹി മിൻ സാഇ ബുർരിഹി മിൻ സാഇ തംരിഹി ഹത്താ ഖാല വലൗ ശിഖ് ബിശിഖ് തംറ. ആരെങ്കിലും കയ്യിലുള്ളവൻ ദീനാർ സദഖ ചെയ്യട്ടെ, ദിർഹമുള്ളവൻ ദിർഹം ചെയ്യട്ടെ, വസ്ത്രം കൂടുതലുള്ളവൻ അത് ചെയ്യട്ടെ, കയ്യിൽ ഗോതമ്പുള്ളവൻ അത് വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് സദഖ ചെയ്യട്ടെ, കാരക്കയും ഈത്തപ്പഴവും സ്റ്റോക്ക് ചെയ്ത് വെച്ചവർ അത് കൊണ്ടുവന്ന് തരട്ടെ, ഒന്നുമില്ലാത്തവൻ വലോ ബിശിഖ് തംറ, ഒരു ഈത്തപ്പഴത്തെ മുറിച്ചിട്ടതിന്റെ പകുതി വീട്ടിൽ വെച്ച് ബാക്കി പകുതിയെങ്കിലും ഇവിടെ കൊണ്ടുവരട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി ഹദീസ് നിവേദനം ചെയ്യുന്ന സ്വഹാബി പറയാണ്, ഫജാഅ റജുലുൻ മിനൽ അൻസാർ. അപ്പോഴുണ്ട് ഈ പ്രഭാഷണത്തിന്റെ ഇടയിൽ നിന്നും ഓരോരുത്തരും അങ്ങുമിങ്ങും പോവാൻ തുടങ്ങി. അള്ളാന്റെ ഹബീബ് പറഞ്ഞതല്ലേ, തിരിച്ചൊന്നും പറഞ്ഞില്ല, കൊണ്ടുവരിക എന്ന പ്രഖ്യാപനം കേട്ടപ്പോ, ആ പ്രഭാഷണത്തിന്റെ പര്യാവസാനം വേഗത്തിൽ കുറിക്കപ്പെട്ടപ്പോ സ്വഹാബികൾ നാലുപാടും ചിതറിപ്പോയി. ഓരോരുത്തരിങ്ങനെ പോയപ്പോ ആദ്യം വരുന്നത് അൻസാരികളിൽപ്പെട്ട മഹാനായ ഒരു സ്വഹാബിയാണ്. ആ സ്വഹാബി കൊണ്ടുവരികയാ ബിസ്സുറാ, ഒരു വലിയ ഭാണ്ഡക്കെട്ട്, ഒരു ബണ്ടില് കൊണ്ടുവരികയാണ്. അത് തൂക്കിയിട്ട് കൊണ്ടുവരുമ്പോ അദ്ദേഹത്തിന്റെ ഈ ചുമലിനത് കൊണ്ടുവരാൻ വഹിക്കാൻ കഴിയാതെ ആടി ആടി വരുന്ന സ്വഹാബി, വേച്ച് വരുന്ന സ്വഹാബി, മഹാനായ ഹദീസ് നിവേദനം ചെയ്യുന്ന സ്വഹാബി പറയാണ്, ആ സ്വഹാബിയുടെ വലിയ ഭാണ്ഡക്കെട്ട് കൊണ്ടുവന്ന് ഇവിടെ ചൊരിഞ്ഞിട്ടു. പിന്നെ ഓരോ സ്വഹാബികൾ അതിന്റെ പിന്നാലെ കയ്യിലുള്ളതൊക്കെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഏറ്റവും വലിയ ചാരിറ്റി, സത്യസന്ധമായ ചാരിറ്റി, ആത്മാർത്ഥതയുള്ള ചാരിറ്റി, പാവങ്ങൾക്ക് വേണ്ടി അന്ന് മദീന കാണിച്ച ചാരിറ്റി, പുണ്യപൂമാന്റെ മുന്നിലേക്ക് സ്വഹാബികൾ ആത്മാർത്ഥമായി കൊണ്ടുവന്നു വെച്ചപ്പോ നിമിഷാർത്ഥങ്ങൾ കൊണ്ട് ഞാൻ ഹബീബിന്റെ മുന്നിൽ കണ്ടത് ഒരു കൂമ്പാരം ആഹാര സാധനങ്ങൾ, മറ്റേ വലിയൊരു കൂമ്പാരം വസ്ത്രം, ഉപയോഗിക്കാൻ പറ്റുന്നതായ ഉപകരണ സാധനങ്ങൾ, മറ്റൊരു കൂമ്പാരം. ഇങ്ങനെ രണ്ട് കൂമ്പാരം സാധാരണക്കാരന്റെ ജീവിതത്തിന് ആവശ്യമുള്ള എല്ലാം ഇതെവിടെ എത്തിക്കഴിഞ്ഞു. ഒറ്റ പ്രഭാഷണം. അള്ളാഹുവിന്റെ ഹബീബ് രണ്ടായ തോതിയപ്പോഴേക്കും ലക്ഷോപലക്ഷം ദീനാറുകൾ വില വരുന്നതായ സ്ഥാവര ജംഗമ വസ്തുക്കളും ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും സ്വഹാബികൾ കൊണ്ടുവന്ന് ചൊരിഞ്ഞിട്ടു. റസൂലുള്ളാഹിയുടെ മുഖം ആദ്യം സങ്കടം കൊണ്ട് നിറം മാറിയതാ, ഇപ്പൊ സന്തോഷം കൊണ്ട് വീണ്ടും നിറം മാറി. ഹദീസ് കേട്ടോളൂ, അവിടുന്ന് സന്തോഷം കൊണ്ട് നിറം മാറിയത് സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണത്. ഹത്താ റഅയ്തു വജ്ഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഹല്ലലു കഅന്നഹു മുദ്ഹബ. സ്വർണം തിളങ്ങുന്ന പോലെ റസൂലുള്ളാഹിന്റെ മുഖം ഇങ്ങനെ തിളങ്ങാൻ തുടങ്ങി. ചിരി വരുന്നു, സന്തോഷം, സ്വർണം തിളങ്ങുന്ന പോലെ തിളങ്ങാൻ തുടങ്ങി. എന്നിട്ട് അവിടുന്ന് പറയാൻ തുടങ്ങി, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ ബഅദ. ആദ്യം ഒരു സഹാബി കൊണ്ടുവന്നല്ലോ, അതിനുശേഷം സഹാബികൾ കൊണ്ടുവന്നല്ലോ. ആദ്യം അത് ചെയ്യാൻ വേണ്ടി കൈ പൊക്കിയല്ലോ, ഞാൻ തരാന്ന് പറഞ്ഞ ആദ്യം ഏറ്റെടുത്തല്ലോ.
അതിനുശേഷം അത് കണ്ട് ഏറ്റെടുത്തവനല്ലേ. എല്ലാവരുടെയും കൂലി ആദ്യത്തെ ആൾക്ക് കിട്ടുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഗൈരി അൻ യൻഖുസ മിൻ നുജൂരിഹിം ഷൈ. പിന്നാലെ അത് കണ്ടു കൊടുത്തവനും ചെയ്തവനും കൂലിയിൽ കുറവില്ല. പക്ഷെ ആദ്യം മുന്നിൽ വന്നവന് അവരുടെ എല്ലാവരുടെയും പിന്നിൽ വന്ന എല്ലാവരുടെയും കൂലിക്ക് തുല്യമായ കൂലി അല്ലാഹു നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുപോലെ തന്നെ നമ്മളാൽ മറ്റൊരാൾ തെറ്റ് ചെയ്യേണ്ടി വന്നാൽ ആ തെറ്റിന്റെ പിന്നാലെയും അവന് തെറ്റുകൾ ഇങ്ങനെ ഏറ്റെടുക്കേണ്ടി വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ കാരണം ഒരാൾ തെറ്റ് ചെയ്തു, അതിന്റെ തുടർന്ന് മറ്റൊരാൾ തെറ്റ് ചെയ്തു. ഈ തെറ്റുകളെ എല്ലാവരും ചെയ്യുമ്പോൾ അത് ഏറ്റെടുക്കേണ്ടവരും ആദ്യത്തവൻ ഏറ്റെടുക്കേണ്ടി വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെയാണല്ലോ പഠിപ്പിച്ചത്. ഒരു ഹദീസിൽ കാണാം, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, ഒരു ഹദീസിൽ കാണാം, ലാ തുഖ്തലു നഫ്സുൻ ളുൽമ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു കൊലപാതകം, അകാരണമായ ഒരു കൊലപാതകം അനീതിയുടെ പേരിൽ നടക്കുന്നുവെങ്കിൽ, ഒരു നിരപരാധി ഇവിടെ കൊല്ലപ്പെടുന്നുവെങ്കിൽ, ഇല്ലാ കാന അലാ ബനി ആദമൽ വലികിഫ്ലും മിൻ ദമിഹാ. ആദ്യം ഇവിടെ കൊലപാതകം നടത്തിയ ആദം നബിയുടെ മൂത്ത മകൻ ഖാബീലിന്റെ അക്കൗണ്ടിലേക്ക് ലോകത്ത് വന്ന സർവ്വ അനീതിയുടെ കൊലപാതകത്തിന്റെയും ഒരു വിഹിതം അല്ലാഹു ചേർക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മളെ കണ്ട് നമ്മുടെ മക്കള് നല്ലത് പഠിക്കട്ടെ. നമ്മൾ ചെയ്യുന്നത് കണ്ട് അവർ തെറ്റ് ചെയ്യുന്ന അവസ്ഥ വന്നാൽ നമ്മൾ അതിൽ കുറ്റക്കാരാണ്. അവന്റെ കുറ്റവും നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്നു. നമ്മളെ കണ്ടുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ പഠിക്കട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ലിഅന്നഹു അവ്വലു മൻ സന്നൽ ഖത്ല. ആദം നബിയുടെ ആദ്യ പുത്രന് കൊലപാതകത്തിന്റെ നീണ്ട നിരയിൽ വരുന്നതായ ആ കുറ്റകൃത്യത്തിന്റെ ഒരു വലിയ പ്രവാഹമുണ്ട് എങ്കിൽ അതിന് കാരണം ആദ്യത്തെ കൊലയാളി അവനെന്ന് സയ്യിദുനാ നബിയുനാ റസൂലുള്ളാഹി. പലരുടെയും സ്വർഗം നഷ്ടപ്പെടുന്നത് ഇങ്ങനെയാണ്, പലരും നരകത്തിൽ പോകുന്നത് ഇങ്ങനെയാണ്. സ്വന്തം വിചാരണ നമ്മൾ നടത്തിയാൽ, ഞാൻ കാരണം, ഞാൻ ചെയ്ത ഈ തെറ്റ് കാരണം ഞാൻ എവിടെ എത്തേണ്ടി വരും തമ്പുരാനെ, ഇതാരെങ്കിലും അനുകരിച്ചാൽ ഞാനതിന് സമാധാനം പറയേണ്ടി വരുമല്ല തമ്പുരാനെ. ഒരിക്കലുമില്ല, ഞാൻ ഒരിക്കലും അതിന് കൂട്ടുനിൽക്കില്ല, ഞാൻ ഒഴിഞ്ഞു മാറി തന്നെ ചെയ്യുമെന്നുള്ള ആ ദൃഢമായ ഒരു വിചാരമാണ് നമ്മെ നന്നാക്കാം. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. നീ നന്നാക്കിയവരിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. സ്വയം വിചാരണയെ കുറിച്ചുള്ള ഒരു ബോധം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. വിചാരണ നമുക്ക് നിർബന്ധം. അതിന്റെ ഒരു രീതി എങ്ങനെ, അത്ര തീവ്രമായ ഭീകരമായ വിചാരണ നമ്മൾ നേരിടേണ്ടി വരാം. നമ്മൾ നേരിടേണ്ട വിചാരണയുടെ ഗൗരവം മനസ്സിലാക്കാൻ ഒരു ഹദീസ് ഇമാം തുർമുദിയുടെ ജാമിഉൽ കാണാം, ഒരു സ്വഹീഹായ ഹദീസ്. عن أبي برزة الأسلمي قال قال رسول الله صلى الله عليه وسلم. رسول الله പറയുന്നുണ്ട്, لا تزول قدم عبد يوم القيامة حتى يسأل عن عمره فيما أفنى وعن علمه فيما فعل وعن ماله من أين اكتسبه وفيما أنفق وعن جسمه فيما أبلى. വിചാരണയുടെ നേരത്ത് ഭീകരമായ മഹ്ശറയുടെ അന്തരീക്ഷത്തിൽ നമ്മുടെ തലക്ക് മുകളിൽ സൂര്യൻ ജ്വലിച്ചു നിൽക്കുമ്പോ, ആർക്കും ആരോടും ഒരു താല്പര്യമില്ലാത്ത നേരം, കരച്ചിലും അലമുറയിട്ടുള്ളതായ ബഹളം വെക്കലും കണ്ണീരും കയ്യുമായി എല്ലാരും അങ്ങും ഇങ്ങും ഓടുമ്പോ, സൂര്യന്റെ ചൂടിൽ ചുട്ടുപൊള്ളുമ്പോ, വിയർപ്പിൽ മുങ്ങിത്താഴുമ്പോ, കട്ടിച്ചമ്പിന്റെ തറ വെട്ടിപ്പഴുക്കുമ്പോ, എന്റെ പടച്ചോനെ ഒന്ന് ആലോചിച്ച് നോക്കണേ. ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിന്റെ ഉള്ളില് ഒന്ന് വിരല് കുത്തി നോക്കാം. എത്ര നേരം പിടിക്കാൻ പറ്റും നമുക്ക്? ഒരു സെക്കൻഡ് വെക്കാൻ കഴിയില്ല. ഒരു സെക്കൻഡ് എങ്ങാനും ആ ചൂട് പിടിച്ച ചീനച്ചട്ടിയിൽ നമ്മുടെ കൈ വെച്ച പൊള്ളല് ഒരാഴ്ചയോളം പുകഞ്ഞു നിൽക്കും. അതല്ല അവിടെ ആ മഹ്ശറിൽ അത്രയും പൊള്ളി നിൽക്കാൻ നമ്മൾ പൊള്ളാതെ അല്ലാഹു സംരക്ഷണം തരട്ടെ. തണുപ്പ് വിതറുന്ന ഒരു സന്ദർഭവും കൂടി അവിടെ ഉണ്ട്.
ആ തണല് തണുപ്പ് കൊടുക്കുന്ന സന്ദർഭം അർശിന്റെ ചുവട്ടിൽ നിൽക്കാൻ കിട്ടുന്ന സന്ദർഭ. അവിടെ തണലാ ഉള്ളത്. ആ തണലിലേക്ക് നീങ്ങി നിൽക്കുന്നിടത്ത് തറ വെട്ടിപ്പഴുത്തിട്ടില്ല, തണുപ്പ. അവിടെ നിൽക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. അല്ലാത്തോടത്ത് നിൽക്കേണ്ടവരുടെ അവസ്ഥ എന്താ? അവിടെ വിചാരണ, കണക്ക് പറയണം. പണ്ടുണ്ട് ചെറിയ മോഷണം നടത്തി, പണ്ട് മോൻ മോഷണം നടത്തി, അപ്പൊ പറയും ചട്ടകം പഴിപ്പിച്ചു വെക്കുന്നു. അതൊരു പഴിപ്പിച്ചു വെക്കൽ, അതൊരു മഷറയാ, അതൊരു ഹിസാബ. അലി കെട്ടിയിട്ട് തല്ലും. ആ കെട്ടിയിടൽ തന്നെ ഒരു വലിയ ശിക്ഷയാണ്. അതിന് പിന്നാലെ വരുന്നുണ്ട് ആ ചോദ്യം ചോദിക്കലും, അതോടുകൂടെ വരുന്നതായ തല്ലലും. ഉത്തരം പറഞ്ഞേ പറ്റൂ. ഇങ്ങനൊരു കാലുണ്ടായിരുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മയില. ഇന്നത് വന്നു കഴിഞ്ഞാൽ പോസ്കോയാകും, അകത്ത് പോകും, വാപ്പയാണെങ്കിൽ പോലും തല്ലാൻ അനുവാദമില്ല. നമ്മൾ നശിക്കാൻ നമ്മുടെ ചുറ്റുപാടിലുള്ള നിയമങ്ങൾ നമുക്ക് സംരക്ഷണം നൽകുന്നു, നമ്മുടെ പുതിയ തലമുറയുടെ നാശത്തിനത്. അങ്ങനെ അള്ളാന്റെ കോടതിയിൽ കെട്ടിയിട്ട പോലെ കണ്ണ് കാണില്ല, കണ്ണ് മുകളിലേക്കാ. കൈയല്ല കെട്ടിയത്. അവിടെ കൈ ഇങ്ങനെ മറച്ചു വെക്കാൻ നമ്മൾ ശ്രമിക്കും. കാരണം ഈ കൈ ഇങ്ങനെ വർത്താനം പറയാം. കൈ വർത്താനം പറയും. നമ്മെ സംബന്ധിച്ചിടത്തോളം മണത്തറിയാൻ വേണ്ടി നമ്മൾ മൂക്ക ഉപയോഗിക്കാം. ഞാൻ പറയുന്നു മണത്തറിയാൻ നമ്മൾ നാവ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ല. കാരണം നമ്മൾ ഇതുവരെ മണം പിടിച്ചത് മുഴുവൻ മൂക്കൊണ്ട. അപ്പോഴുണ്ട് പാമ്പ് നാവ് വെച്ച് മണത്തെറിഞ്ഞു. ആ അറിഞ്ഞതിനെ ഓർത്ത് വെച്ചുകൊണ്ട് പാമ്പ് ആ വഴിക്ക് സഞ്ചരിക്കുന്നു. ഒരിക്കൽ സഞ്ചരിച്ച ഭാഗത്തേക്ക് വീണ്ടും സഞ്ചരിക്കാതെ മണത്തിപ്പോയോടത്തേക്ക് നായ പിന്നെ മണത്തിപ്പോവൂല. കാരണം മണത്തിപ്പോയോടത്തേക്ക് അവൻ മൂത്രം ഇറ്റിച്ചു പോയി. കൃത്യമായ ആ മൂത്രത്തിന്റെ മണത്തെ തിരിച്ചറിയാൻ എത്ര നാൾ കഴിഞ്ഞാലും അവന് തിരിച്ചറിയാൻ കഴിയും. ഓരോ ജീവികൾക്ക് ഓരോ കഴിവാ. കൈ കൊണ്ട ഞാനിത് പിടിക്കാം, മൂക്കുകൊണ്ട് പിടിക്കൂല. അപ്പോഴുണ്ട് ആന മൂക്കുകൊണ്ട് പിടിച്ചിരിക്കുന്നു. ഓരോ അവയവങ്ങൾക്ക്, ഓരോ ജീവികളിൽ ഓരോ ധർമ്മങ്ങളാ. സ്പർശനമറിഞ്ഞു നമ്മൾ തൊക്കുകൊണ്ട്, കേട്ടത് ചെവി കൊണ്ട. പക്ഷെ പാമ്പ് കേട്ടത് തൊക്കുകൊണ്ട, സ്പർശനവും അറിഞ്ഞത് അതേ തൊക്കുകൊണ്ട. ആന ശ്വസിച്ചത് തുമ്പിക്കൈ കൊണ്ട. ആന അതേ തുമ്പിക്കൈ കൊണ്ടാണ് ഭക്ഷണവും കഴിച്ചത്. നമ്മൾ ശ്വസിക്കാൻ മൂക്ക് ഉപയോഗിച്ച്, ഇടക്ക് വായ ഉപയോഗിച്ചു. പക്ഷെ ഭക്ഷണം കഴിക്കാൻ കയ്യ ഉപയോഗിച്ചത്. ഇങ്ങനെ ദുനിയാവിൽ തന്നെ ഇതിന്റെ വൈജാത്യങ്ങൾ കാണുന്നുവെങ്കിൽ ആഖിറത്തിൽ ഈ ശരീരത്തിൽ കൈ വർത്താനം പറയുന്നു ഖുർആൻ. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം. കൈ വർത്താനം പറയാൻ നമ്മൾ ഇവിടുത്തെ പൊരിഞ്ഞ ചൂടിൽ പോയി നിന്നിട്ട് കാര്യമില്ല. അറേബ്യൻ ഉപദ്വീപില് ഇപ്പോൾ പൊരിഞ്ഞ ചൂടാണ്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ആ പ്രദേശങ്ങളിൽ മുഴുവനും പൊരിഞ്ഞ ചൂടാണ്. 50-ലൊക്കെ ഡിഗ്രി ചൂടിലെത്തുന്ന അവസ്ഥയിൽ പൊരിഞ്ഞു നിൽക്കുക. ചെരുപ്പിടാതെ റോഡുകളിൽ ഇറങ്ങല്ലേ എന്ന് ഹജ്ജിനും ഉംറക്കും പോകുന്നവർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കുക. അത്രയും ചൂടാ. ആ റോഡിൽ നിന്നിട്ട് കാല് പൊള്ളിക്കൊണ്ടിരിക്കുമ്പോ സത്യം പറ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ചോദിച്ചാലും ആ പൊള്ളലിലും മനുഷ്യൻ പറയാത്ത സത്യങ്ങൾ അവന്റെ ഉള്ളിൽ വേറെ ഉണ്ടാവും. ഇത് പൊള്ളിക്കൊണ്ടിരിക്കാം മഷറയുടെ ചൂടില്. അപ്പൊ അവൻ പറയുന്ന സത്യം അവന്റെ നാവിന് വഴങ്ങാത്തത് കൈ ചാടി പറയും. കയ്യിന് പറയാനുള്ള അവസരം അല്ലാഹു കൊടുക്കുമെന്ന് ഖുർആൻ. ആ സന്ദർഭത്തിന്റെ ഭീകരമായ ഒരു വിചാരണ നേരിടുന്ന നമ്മെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തസൂലു ഖദമാ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാ. നമുക്ക് ആയുസ്സിൽ കിട്ടിയ സമയം എങ്ങനെ ചെലവ് ചെയ്തു എന്ന ചോദ്യം ഉറപ്പാ സയ്യിദുനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ ചോദ്യം വഅൻ ഇൽമിഹി ഫീമാ ഫഅല. ഇൽമു നിനക്കുണ്ടായിരുന്നല്ലോ, ലോൺ എടുക്കൽ ഹറാമാണെന്ന അറിവ് നിനക്കുണ്ടായിരുന്നല്ലോ, സിനിമ കാണൽ ഹറാമാണ് എന്ന അറിവ് നിനക്കുണ്ടായിരുന്നല്ലോ. എന്നിട്ട് നീ എന്ത് ചെയ്തു? കണ്ടില്ലേ? ഗീബത്ത് പറയൽ ഹറാമാണെന്ന വിവരം നിനക്കുണ്ടായിരുന്നല്ലോ. വിവരം ഉണ്ടാവാന്ന് അർത്ഥമുള്ളൂ. അല്ലാതെ ബുഖാരി മുസ്ലിമും ബൈദാവിയും ജഗ്മീനൊക്കെ ഓതിയിട്ട് വരണമെന്നൊന്നും അതിന് അർത്ഥമല്ല. നിനക്ക് അമല് ചെയ്യാനുള്ള, പ്രവർത്തിക്കാനുള്ള അറിവ് നിനക്ക് കിട്ടിയിട്ട് നീ അതിന് വിപരീതം ചെയ്തില്ലേ എന്നല്ല ചോദിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ ചോദ്യം അതാ. മൂന്നാമത്തെ ചോദ്യം നിന്റെ സമ്പാദ്യത്തെ കുറിച്ചാ. സമ്പാദ്യം ചോദിച്ചപ്പോ ഒരു ഉപചോദ്യം എക്സ്ട്രാ വന്നു. എവിടെന്ന് സമ്പാദിച്ചു, എങ്ങനെ ചെലവ് ചെയ്തു. നാലാമത്തെ ചോദ്യം നിന്റെ ശരീരവും ആരോഗ്യവും ശരീരവും ആരോഗ്യവും നീ എങ്ങനെ ചെലവാക്കി എന്ന് അല്ലാഹു ചോദിക്കും. ഉത്തരം പറയാതെ കാല് പാറിച്ചു മാറ്റാൻ പറ്റില്ല. ഏത് കാല? നമ്മൾ ഏതെങ്കിലും വാഴയുടെയോ തെങ്ങിന്റെയോ ചുവട്ടിൽ നിൽക്കുന്ന പോലെയല്ല.
ചെമ്പിന്റെ തറ പഴുത്ത് നിൽക്കുന്നിടത്തുനിന്ന് കാല് പറിച്ചു വെക്കൽ ഒരു ആശ്വാസമായിട്ട് വരുന്ന സന്ദർഭത്തിൽ ആ കാല് പറിക്കാൻ പറ്റില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയൗമ യുഹ്ശറു അഅദാഉല്ലാഹി ഇലന്നാർ ഫഹും യൂസഊൻ حتى إذا ما جاءوها شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون. محشر يوم يحشر ويوم يحشر. محشر قيامة നാൾ വിചാരണാ ദിനം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് എതിര് പ്രവർത്തിച്ച റബ്ബിന്റെ ശത്രുവിനെ കൊണ്ടുവരപ്പെടും. അള്ളാഹു അതിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ. അള്ളാന്റെ ശത്രു എന്ന് പറഞ്ഞോടത്ത് അള്ളാഹു നമ്മെ എത്തിക്കാതിരിക്കട്ടെ. ഫഹും യൂസഊൻ. കൂട്ടം കൂട്ടമായി ഉന്തിത്തള്ളി കൊണ്ടുവരപ്പെടും. നടക്കടാ, ഓടടാ, അടിച്ചോടിക്കും മലക്കുകൾ. അല്ലാതെ ആനയിച്ചു കൊണ്ടുവരപ്പെടല്ല. ബൈത്ത് പാടി പുതിയ പിളയെ കൊണ്ടുവരുന്ന പോലെ മഹാന്മാരായ സയ്യിദന്മാര് വരുമ്പോൾ ദഫ് മുട്ടി ആനയിച്ചു കൊണ്ടുവരുന്ന പോലെ അല്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ, പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപാതകം ചെയ്ത പ്രതി തെളിവെടുപ്പിന് വേണ്ടി വരുമ്പോ പോലീസ് ജീപ്പിൽ നിന്നും അവനെ ഉന്തിത്തള്ളി ഇറക്കുന്നു. ജനങ്ങളുടെ ഇടയിലേക്ക് വരുമ്പോൾ ജനങ്ങൾ അവനെ കൈകാര്യം ചെയ്യുന്നു. അള്ളാന്റെ ശത്രുവിനെ ഉന്തിത്തള്ളി കൊണ്ടുവരപ്പെടും. എല്ലാവരെയും കൊണ്ടുവരപ്പെടുമ്പോ വിചാരണ തുടങ്ങുമ്പോ നാവിന്റെ ശബ്ദവീചികൾക്ക് നാം കേട്ട ഒരു ഈണമുണ്ട്. കൈ പറയുമ്പോ അങ്ങനെയല്ല, നാവ് പറഞ്ഞ പോലെയല്ല നമ്മുടെ കണ്ണു പറഞ്ഞത്. ഓരോ ശബ്ദത്തിനും ഒരു വ്യത്യാസമുണ്ട്. ആ ശബ്ദവീചികളുടെ ഏറ്റക്കുറിച്ചിലുകൾ കേൾക്കാൻ തന്നെ ഒരു വ്യത്യസ്തതയാണ്. ആ സമയം ശഹീദ അലൈഹിം സമഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. കണ്ണും കാതും തൊലിയും എല്ലാം അതാ അവനെതിരെ സാക്ഷി പറയാ. പടച്ചോനെ, ഒരു അന്യ പെണ്ണ് ഈ തൊലിയാകുന്ന എന്നിൽ സ്പർശിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഒരു അന്യ ആണ് ഹറാമിന് വേണ്ടി ഈ തൊലിയാകുന്ന എന്റെ മുകളിൽ കൈവച്ചതാണ്. പടച്ചോനെ, കണ്ണാകുന്ന ഞാൻ ഹറാം കണ്ടതാ. കാതാകുന്ന ഞാൻ ഇവൻ കാരണം ഹറാം കേൾക്കാൻ നിന്ന് കൊടുക്കേണ്ടി വന്നു. അപ്പോഴുണ്ട് നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് പറയാൻ തുടങ്ങും. വഖാലൂ ലിജുലൂദിഹിം. തൊലിയുടെ നേരെ നോക്കിയിട്ട് ഇവൻ പറയും. തൊലിയുടെ നേരെ നോക്കിയിട്ട് ചോദിക്കും, ലിമ ശഹിദ്തും അലൈന. എന്തിനാ തൊലിയെ നമുക്കെതിരെന്തിനാ ഈ സാക്ഷി പറയൽ? എന്തിനാ? നീ ഒന്നും മിണ്ടാതിരുന്നാൽ നീ ഉൾപ്പെടെയുള്ള ഈ ശരീരത്തിന് രക്ഷപ്പെടാലോ. മഷറേ പറഞ്ഞത് ഖുർആന്റെ ആയത്ത് സൂറത്ത് ഫുസ്സിലത്തിന്റെ 19 ഉൾപ്പെടെ 23 കൂടിയ ആയത്തുകളെ ഓതുന്നത്. നീ ഒന്നും മിണ്ടാതിരി തൊലിയെ. ഞങ്ങളോട്ട് മിണ്ടാണ്ടിരി എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടാതിരിക്കുക തൊലിയെ. നീ ഇങ്ങനെ സാക്ഷി പറഞ്ഞ നമ്മളെല്ലാരും കുടുങ്ങും. മിണ്ടല്ലേ, നീ മിണ്ടല്ലേ. എന്തിനാ നീ ഇങ്ങനെ എതിര് പറയുന്നത്? അപ്പൊ തൊലി പിന്നെ സാക്ഷി പറയൽ നിർത്തും. തൊലിയിൽ നാം ചെയ്ത ഹറാമുകൾ തൊലി പറയൽ നിർത്തും. കാത് കൊണ്ട് നമ്മൾ ചെയ്ത ഹറാമ് വിളിച്ചു പറയുന്ന കാത് ആ വിളിച്ചു പറയൽ അങ്ങ് നിർത്തും. കണ്ട ഹറാമ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണ് ആ പറയൽ അവിടെ നിർത്തും. പരിശുദ്ധ ഖുർആൻ അല്ലാഹു നമ്മുടെ മനസ്സിന് വെളിച്ചം തരട്ടെ. അല്ലാഹു നന്നാക്കി തരട്ടെ. പിന്നെ കാത് പറയുന്നത് എന്താ? പിന്നെ തൊലി പറയുന്നത് എന്താ? കണ്ണ് പറയുന്നത് എന്താ? അന്തഖനല്ലാഹുല്ലദീ അന്തഖ കുല്ല ശൈഇൻ. പറയണ്ടെന്ന് വിചാരിച്ചാലും ഞങ്ങൾ പറഞ്ഞു പോകുന്ന അവസ്ഥയിൽ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് അല്ലാഹ്. ഞങ്ങൾ പറയണ്ടെന്ന് വെച്ചതാ, എന്നാലും പറഞ്ഞു പോകും. അങ്ങനെയല്ലോ, പറയണ്ടെന്ന് ഓർത്തതാ എന്നിട്ടും പറഞ്ഞു പോയ കാര്യങ്ങളുണ്ട്.
അതിനുണ്ട്, പറയണ്ടെന്ന് പറഞ്ഞ പറഞ്ഞു പോയി. ഞങ്ങൾ പറയണ്ടെന്ന് വെച്ചതാണത് പറയിപ്പിച്ചത് അള്ളയാണ്. ആരാണ് അള്ള എന്നറിയുമോ? അന്തഖകുല്ല ശൈഇൻ, എല്ലാത്തിനും പറയാനുള്ള ശക്തി കൊടുത്തവൻ ഈ അള്ളയാ. വഹുവ ഖലഖകും അവ്വല മറ, ആദ്യം മുതലേ നിന്നെ പടച്ചവൻ ഈ തമ്പുരാനാ. വഇലൈഹി തുർജഊൻ, അവനിലേക്കല്ലേ നിന്നെ മടക്കിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു പറയുന്ന ആ സമയത്ത് തൊലി വർത്താനം പറയുമ്പോ നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാണ്ട്, മനുഷ്യനാണെങ്കിൽ വാപത്താമായിരുന്നു. ഇപ്പൊ നമ്മുടെ കൊച്ചുമക്കൾ എന്തെങ്കിലും ഒരു തമാശ നമ്മെ കുറിച്ച് പറയുന്നോടത്ത് നാണം വന്നാ നമ്മൾ കുട്ടിയുടെ വായ പൊത്തും. അല്ലാഹു പറയുന്നു, വമാ കുൻതും തസ്തതിറൂന അൻ യശ്ഹദ അലൈക്കും സമഉക്കും വലാ അബ്സാറുക്കും വലാ ജുലൂദുക്കും. വർത്താനം പറയുന്ന ചെവിയെ പൊത്തിപ്പിടിച്ചാലോ, വർത്താനം പറയുന്ന കണ്ണിനെ അമർത്തി പിടിച്ചാലോ, തൊലിയെ ചുരുട്ടിപ്പിടിച്ചാലോ അതിന്റെ പറച്ചില് നിർത്താൻ നിങ്ങൾക്ക് പറ്റൂല. പരിശുദ്ധ ഖുർആൻ, വലകിൻ ظننتم أن الله لا يعلم كثيرا مما تعملون. ഭൂമിയിൽ ജീവിച്ചപ്പോ നിങ്ങൾ വിചാരിച്ചത് അല്ലാഹ് ഒന്നും കാണുന്നില്ല എന്നാ. ഭൂമിയിൽ ജീവിച്ചപ്പോ നിങ്ങൾ കണക്ക് കൂട്ടി വെച്ചത് റബ്ബിതൊന്നും കാണുന്നില്ല എന്നല്ലേ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ നിർബന്ധിച്ചത്. അതനുസരിച്ചല്ലേ നിങ്ങൾ ചിന്തിച്ചത്. വദാലിക്കും വന്നുക്കുമുള്ളതീ ളനന്തും ബിറബ്ബിക്കും, നിങ്ങളാ വിഡ്ഢികള് റബ്ബിനെ പറ്റി അങ്ങനെ ചിന്തിച്ചതിന് അല്ലാഹ് ഉത്തരവാദിയല്ല. അർദാക്കും ഫഅസ്ബഹതും മിനൽ ഖാസിരീൻ. നിങ്ങളുടെ പരാജയം ദുനിയാവിൽ നിങ്ങൾക്ക് ആ ഒരു വിചാരണ പോയത് കൊണ്ട്, ഒരു സ്വയം വിചാരണ ഉണ്ടല്ലോ, ഇത് റബ്ബ് കാണും എന്നൊരു വിചാരണ, അതവിടെ ഇല്ലാതെ പോയതിന്റെ പേരില നിങ്ങൾക്ക് ഇവിടെ ഈ നഷ്ടം എന്ന് അള്ളാഹുവിന്റെ മറുപടി പരിശുദ്ധ ഖുർആൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നന്മയും ചെയ്യും തിന്മയും ചെയ്യും. നമ്മൾ തിന്മ എന്തായാലും വരും, അത് മാക്സിമം മാച്ച് കളയാൻ ശ്രമിക്കണം. അള്ളാഹിനോട് മാപ്പ് ചോദിക്കണം, അഫൂ ചോദിക്കണം. അഫൂ ചോദിച്ച അടയാളം ഉണ്ടാവില്ല എന്നാ. മഗ്ഫിറത്ത് അടയാളം ഉണ്ടാവും, പക്ഷെ പാപം പൊറുക്കും. അള്ളാഹു അഫൂ തരട്ടെ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇത് റമദാനിൽ മാത്രമല്ല ഈ ദുആ ഉള്ളത്. ഈ ഒറ്റ ദുആ കൊണ്ട് ഏത് തെറ്റും അള്ളാഹു മാച്ച കളയുന്നത്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ തെറ്റല്ല പൊറുക്കും, പക്ഷെ അതിന്റെ ഒരു അടയാളമുണ്ട്. ചിലരുണ്ട് സൈക്കിളേന്ന് പണ്ട് വീണതാ, പക്ഷെ ഇവിടെ അടയാളമുണ്ട്. ഇതെന്ത് പറ്റിയതാ? അന്ന് ഞാൻ മാവേന്ന് വീണതാ എന്ന് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ആരോടത് പറയാ? പേരക്കുട്ടിയോട്. വല്യുപ്പാന്റെ നെറ്റിത്തെ മുറിവായി പറഞ്ഞത്, അന്ന് മുറിഞ്ഞതിനെ ഓർമ്മപ്പെടുത്തിയത്. എന്റെ കയ്യിലുണ്ട് ഒരു മുറിവ്, അതെന്താണെന്ന് എനിക്ക് പറയാൻ കഴിയും. ഒരു 10-25 കൊല്ലം പഴക്കമുള്ള ഒരു മുറിവാണ്. അതെന്താണെന്ന് പറയാൻ എനിക്ക് കഴിയും. അത് എത്ര കാലം കഴിഞ്ഞാൽ ആ ഓർമ്മയുണ്ട്. ഈ മുറിവ് എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് എന്റെ നഫ്സിന് ബോധ്യമുള്ള പോലെ ആ മുറിവ് നാട്ടുകാര് കൈവച്ചതാ. അന്ന് അതിന് സാക്ഷിയായവൻ മഹ്ശറയിൽ ചിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പക്ഷെ നാട്ടുകാര് കൈവച്ചതിന്റെ അടയാളമുണ്ടല്ലോ, അത് ബാക്കിയാണെങ്കിൽ പോലും ആ തെറ്റ് അല്ലാഹ് പൊറുത്തതാണ് എങ്കിൽ അതിന് മഗ്ഫിറത്ത് എന്നാ പറയാ. എന്നാൽ അടയാളം പോലുമില്ല, ആരുടെയും മനസ്സിൽ അതിന്റെ ചിത്രം പോലുമില്ല, സംഭവവും ഓർക്കുന്നില്ല. അള്ളാഹു മാപ്പ് ചെയ്തതിന്റെ കൂടെ അടയാളം മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും മാച്ച് കളയുന്ന പരിപാടിക്ക് പറയും അഫൂവ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അഫൂവാണ് ആര്? അല്ലാഹ്. അസ്മാഉൽ ഹുസ്ന ഓതുന്നവരുടെ കൂട്ടത്തില് അള്ളാന്റെ ഒരു പേരാണെന്ത്? അഫൂവ്. അല്ലാഹു മാപ്പ് തരട്ടെ. ഏതാ ദുആ? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇത് റമദാനിൽ മാത്രമുള്ളതല്ല. റമദാനിൽ ഇത് കൂടുതൽ വേണമെന്നുള്ളൂ, അല്ലാത്തപ്പോഴും വേണം. റമദാനിൽ മാത്രമുള്ളതാണോ അസ്തഗ്ഫിറുല്ലാഹ്? അല്ല, അത് റമദാനിൽ കൂടുതലുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് റമദാനിൽ കൂടുതലത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ എത്ര വലിയ തെറ്റാണെങ്കിലും അല്ലാഹു മാച്ചു.
എങ്ങനെയാ മാച്ച് കളഞ്ഞത്? നമ്മുടെ ആത്മാർത്ഥമായ ഈ അഫ്വ് ചോദിക്കൽ കൊണ്ട്. അഫ്വ് ചോദിക്കണം അല്ലാഹുവിനോട്. അഫ്വ് അല്ലാഹുക്ക് ഇഷ്ടാ, അത് ചോദിക്കൽ അല്ലാഹുക്ക് ഇഷ്ടം. ഈ ദുആ അല്ലാഹ് ഇഷ്ടപ്പെടുന്ന ദുആയാ. ഇത് അടിമ ചോദിക്കുമ്പോൾ അല്ലാഹു പൊറുക്ക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്ത് സിമ്പിൾ, എല്ലാവർക്കും ദുആ അറിയായിരിക്കും. ഒന്നുകൂടെ വെച്ചോളൂ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ നീ മാപ്പാണ് അല്ലാഹ്, നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നു അല്ലാഹ്, എനിക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. അഫ്വ് എന്ന നിലയിലുള്ള മാപ്പ്, മാച്ച് കളഞ്ഞ അഭിമാനം സംരക്ഷിക്കുന്ന മാപ്പാ. മഗ്ഫിറത്തിനേക്കാളും കൂടുതൽ അഫ്വ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ. ജീവിതത്തിൽ അടയാളമായി ബാക്കി കിടക്കുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും കരുണയുള്ള അല്ലാഹ് പുറത്തു തരട്ടെ. അല്ലാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ, ദീർഘായുസ് തരട്ടെ. അല്ലാഹ് ഇഷ്ടപ്പെട്ട വഴിയിൽ അവന്റെ അനുഗ്രഹങ്ങളെ ചെലവാക്കാനുള്ള ഒരു മഹത്തായ തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും തരട്ടെ.